നമസ്കാരം, STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് നസ്രിയ, ബേസിൽ ജോസഫ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി MC ജിതിൻ സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത സിനിമാറ്റോഗ്രാഫേഴ്സായ ഷൈജു ഖാലിദും സമീർ താഹിറും AV അനൂപും ചേർന്നാണ്. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നീണ്ട ഇടവേളയ്ക്ക് ശേഷം നസ്രിയ നസീം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നൊരു ചിത്രം കൂടിയാണ്. ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം പറയേണ്ടത്, ഈ ചിത്രത്തിന്റെ സംവിധായകനായ MC ജിതിൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, സസ്പെൻസുകളുടെ രാജാവായ ഹോളിവുഡ് സംവിധായകൻ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ഒരു മിസ്റ്ററി മേക്കിംഗ് സ്റ്റൈലും കുടുംബ ചിത്രങ്ങളിലെ സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ കുടുംബ ചിത്രങ്ങളിലേക്ക് ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ സ്റ്റൈൽ പറിച്ചു നട്ടാൽ എങ്ങനെ ഇരിക്കുന്ന ഒരു ആലോചനയിൽ നിന്നാണ് സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിന്റെ ചിന്ത ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ സംവിധായകന്റെ അത്തരത്തിലൊരു പരീക്ഷണം വിജയിച്ചു എന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നസ്രിയ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി എന്ന കഥാപാത്രത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂയോടെയാണ് ചിത്രം കഥ പറയുന്നത്. വേണമെങ്കിൽ ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത്, നമ്മൾ കൺവെൻഷണൽ രീതിയിൽ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ത്രില്ലർ സിനിമകളുടെ മൂശയിലല്ല സൂക്ഷ്മദർശിനി എന്ന ചിത്രം കഥ പറയുന്നതെന്നാണ്. പ്രിയദർശിനിയുടെ വീടിനടുത്ത് താമസിക്കാൻ വരുന്ന മാനുവലും അമ്മ ഗ്രേസിയും തുടക്കം മുതൽ തന്നെ പ്രിയദർശിനിക്ക് ഇവരുടെ സ്വഭാവത്തിൽ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നുണ്ട്. തുടർന്ന് അത് അന്വേഷിച്ച് പ്രിയദർശിനി നടത്തുന്നൊരു ജേണിയാണ് ചിത്രത്തിന്റെ ഒരു പ്രധാന പ്രമേയം. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളാണ് ചിത്രം ഫോക്കസ് ചെയ്യുന്നത്. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് സ്പോയിലർ കണ്ടന്റ് മാറ്റി നിർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഈ ചിത്രത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത് ഇതിന്റെ ക്ലൈമാക്സിലാണ്. അതുവരെ ഒരു മിസ്റ്ററി നിലനിർത്തിയാണ് ഈ ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതിലെ പെർഫോമൻസുകളാണ്. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെ നസ്രിയയുടെ പെർഫോമൻസ് തന്നെയാണ്. കുറെ നാളുകൾക്ക് ശേഷം നസ്രിയയുടെ ഒരു മടങ്ങിവരവ് നസ്രിയ ഗംഭീരമാക്കിയിട്ടുണ്ട്. നസ്രിയയുടെ ഒരു ക്യാരക്ടറൈസേഷൻ ഒക്കെ ഒരു മികച്ച ക്യാരക്ടറൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ ആർക്കാണ് എന്നൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഒരു വീട്ടമ്മയുടെ അന്വേഷണം എന്നുള്ളൊരു പ്ലോട്ടിനോട് നസ്രിയ ഒരു ഗംഭീരമായിട്ട് തന്നെ നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം ഗംഭീരമായിട്ട് നസ്രിയയുടെ ഒരു ബോഡി ലാംഗ്വേജ് ആയാലും അഭിനയത്തിലെ നമ്മൾ ആദ്യം ഓം ശാന്തി ഓശാനയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്യൂട്ട്നെസ്സും ഒരു പ്രത്യേകതരം എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ ചിത്രത്തിലുണ്ട്. ഈ ക്യാരക്ടർ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം ഗംഭീരമായിട്ടാണ് നസ്രിയ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബേസിൽ ജോസഫ് ആയിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ വളരെ രസമായിട്ടാണ് നസ്രിയ ചെയ്തിരിക്കുന്നത്. പൊതുവെ ഈ ഹോളിവുഡ് ചിത്രങ്ങളൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് 3 ആക്റ്റുകളായിട്ടാണ്. അത്തരത്തിൽ സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തെ 3 ആക്റ്റുകളാക്കി മാറ്റി വേർതിരിച്ച് കമ്പയർ ചെയ്താൽ ആദ്യത്തെ ആക്റ്റിൽ കൃത്യമായി ഇതിന്റെ പശ്ചാത്തലത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആരാണ് പ്രിയദർശിനി എന്ന കഥാപാത്രത്തിന്റെ പർപ്പസ് എന്താണ്, പ്രിയദർശിനി താമസിക്കുന്ന പശ്ചാത്തലം എന്താണെന്ന് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷമാണ് മാനുവലിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. തുടർന്ന് രണ്ടാമത്തെ ആക്റ്റിലേക്കാണ് ഇതിന്റെ പ്രധാന കോൺഫ്ലിക്റ്റിലേക്ക് ചിത്രം കിടക്കുന്നത്. പ്രിയദർശിനിയുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് നമ്മൾ ഈ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ പ്രിയദർശിനി മാനുവലിന്റെ പെരുമാറ്റത്തിൽ തോന്നിയ അസ്വാഭാവികതയെ തുടർന്ന് നടത്തുന്ന അന്വേഷണത്തിൽ പ്രിയദർശിനിയുടെ നെയ്ബേഴ്സായ സുഹൃത്തുക്കളും ഒപ്പം ചേരുന്നുണ്ട്. അങ്ങനെ അവർ നടത്തുന്ന അന്വേഷണമൊക്കെ വളരെ രസകരമായിട്ടാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ ബേസിൽ ജോസഫിന്റെ പെർഫോമൻസ് ആണ്. ബേസിലിന്റെ മാനുവൽ എന്ന ക്യാരക്ടറിന്റെ മിസ്റ്റീരിയസ്നെസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ബേസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കോമ്പിനേഷൻ സീനിലൊക്കെ നസ്രിയോടുള്ള ബേസിലിന്റെ പെരുമാറ്റമൊക്കെ ആ ചിത്രത്തിന്റെ ഒരു മിസ്റ്ററി ലെവൽ കൂട്ടിക്കൊണ്ടുവരുന്നതിൽ വളരെ മികച്ച ഒരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ക്രിസ്റ്റോ സേവിയറിന്റെ പശ്ചാത്തല സംഗീതമാണ്. ഈ നസ്രിയെ കാണിക്കുന്ന രംഗങ്ങളിലൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ ഗംഭീരമായിരുന്നു. അതിനോടൊപ്പം തന്നെ ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തിക്കഴിഞ്ഞാലും തുടക്കം തന്നെ അതിന്റെ ഒരു മിസ്റ്ററി വർദ്ധിപ്പിക്കുന്നതിലും ക്രിസ്റ്റോ സേവിയറിന്റെ സംഗീതം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ബ്രഹ്മയുഗത്തിന് ശേഷം അത്രത്തോളം ഇന്റൻസ് ആയിട്ടുള്ള ക്രിസ്റ്റോ സേവിയറിന്റെ ഒരു പശ്ചാത്തല സംഗീതം കേൾക്കുന്നത് സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ഗംഭീര എഡിറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ആ മിസ്റ്ററി കൊണ്ടുവരുന്നതിലൊക്കെ ഈ ഒരു എഡിറ്റിങ്ങിന്റെ പേസ് എടുത്തു പറയേണ്ടതാണ്. പല ഇന്റർവെല്ലിനോടൊക്കെ അടുക്കുമ്പോൾ ഒരു എഡിറ്റിംഗ് പാറ്റേൺ ഒക്കെ വളരെ രസമായിരുന്നു. അതോടൊപ്പം തന്നെ ശരൺ വേലായുധന്റെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ടതാണ്.
പ്രത്യേകിച്ച് കൺവെൻഷണൽ രീതിയിലുള്ള ഷോട്ടുകളല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സത്യനന്ദിക്കാട് ചിത്രത്തിന്റെ കുടുംബ ചിത്രങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നതെങ്കിലും ഹിച്ച്കോക്കിൻ സ്റ്റൈൽ കൂടി കടന്നു വരുന്നതുകൊണ്ട് ഇതിന്റെ ഒരു സിനിമാറ്റോഗ്രാഫി സ്റ്റൈലും ഏകദേശം ഒരു ഹോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് എം സി ജിത്തിന്റെ സംവിധാന മികവാണ്. നോൺസെൻസ് എന്ന ചിത്രത്തിന് ശേഷം എം സി ജിതിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് സൂക്ഷ്മദർശിനി. നോൺസെൻസ് ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ചിത്രമാണ്. പക്ഷേ സൂക്ഷ്മദർശിനിയിലേക്ക് എത്തുമ്പോൾ എം സി ജിതിന്റെ കരിയർ ഗ്രാഫ് കുറച്ചുകൂടി മെച്ചപ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്രത്തോളം ഗംഭീരമായിട്ടാണ് ഇതിലെ ഒരു മേക്കിംഗ്. ഈ ചിത്രം കാണുന്നവർക്ക് സംവിധായകന്റെ ഒരു ക്രാഫ്റ്റിന്റെ മുകളിലുള്ള ഒരു കമാൻഡ് എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അത്രത്തോളം ഇന്റൻഷണൽ ആയിട്ടുള്ള അത്രത്തോളം ഇന്റൻസ് ആയിട്ടുള്ള മേക്കിംഗ് ആണ് എം സി ജിതിൻ്റെത്. പിന്നെ ഇതിൽ ബേസിൽ ജോസും നസയും കൂടാതെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് കോട്ടയം രമേശ്, സിദ്ധാർത്ഥ് ഭരതൻ, ദീപക് പറമ്പോൽ എന്നിവരാണ്. ഈ സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടറാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബാക്കി കഥാപാത്രങ്ങളൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള കൺവെൻഷണൽ രീതിയിലുള്ള കഥാപാത്രങ്ങളാണ്. പക്ഷേ സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടർ ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ക്യാരക്ടറാണ്. ഇതുവരെ സിദ്ധാർത്ഥ് ഭരതൻ ചെയ്യാത്ത തരത്തിലുള്ളൊരു കാരിക്കേച്ചർ സ്വഭാവമുള്ളൊരു ക്യാരക്ടറാണ് സിദ്ധാർത്ഥ് ഭരതൻ്റെത്. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ സിദ്ധാർത്ഥ് ഭരതൻ ചെയ്തിട്ടുണ്ട്. ഈ ചിത്രം തുടക്കം മുതൽ തന്നെ ഒരു മിസ്റ്ററി ലെവൽ നിലനിർത്തിയാണ് കഥ പറയുന്നത്. ഓരോ സീനിലും പിരിമുറുക്കം കൂട്ടിയാണ് ക്ലൈമാക്സ് വരെ നമ്മളെ പിടിച്ചിരുത്തുന്നത്. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ തിരക്കഥ തന്നെയാണ്. കാരണം ക്ലൈമാക്സിലേക്ക് എത്തുന്നത് വരെ പ്രേക്ഷകരെ എൻഗേജ് ചെയ്തിരുത്തുന്നതിൽ ഈ ചിത്രം വിജയിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആക്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ബിൽഡ് ചെയ്ത ശേഷം ഇന്റർവ്യൂവിൽ എത്തുന്നത് വരെ അതിൻ്റെ ഒരു ഡ്രാമയുടെ ഹൈ പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നത് വരെ സൂക്ഷ്മദർശിനി എന്ന ചിത്രം അത്രത്തോളം പ്രേക്ഷകരെ എൻഗേജ് ചെയ്ത് തന്നെ ഇരുത്തുന്നുണ്ട്. എനിക്ക് ഈ ചിത്രത്തോട് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ്. കാരണം ഈ ക്ലൈമാക്സിന്റെ അവസാനത്തെ അരമണിക്കൂർ വരെ പ്രേക്ഷകനെ അത്രത്തോളം പിരിമുറുക്കത്തോടെ പിടിച്ചിരുത്തിയ ശേഷം ക്ലൈമാക്സ് അവതരിപ്പിക്കുമ്പോൾ അതൊരു മൊമെന്റം കുറഞ്ഞതുപോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ആ രണ്ടാക്ട് അത്രത്തോളം ഗംഭീരമായി ബിൽഡ് ചെയ്ത ശേഷം റെസൊല്യൂഷനിലേക്ക് എത്തുമ്പോൾ എന്നിലെ പ്രേക്ഷകനെ പേഴ്സണലി അത്രത്തോളം തൃപ്തിപ്പെടുത്താത്ത ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കുറച്ചുകൂടെ ആ ക്ലൈമാക്സിന് ഒരു മൊമെന്റം ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായനെ. അതിൻ്റെ ഒരു മോട്ടീവും റീസണൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള റീസണാണ്. പക്ഷെ അതിൻ്റെ ട്രീറ്റ്മെന്റിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ടെങ്കിലും അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അല്പം ഒരു മൊമെന്റം കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ക്ലൈമാക്സ് കൂടി കുറച്ചുകൂടെ ഗംഭീരമായി എഴുതിയെങ്കിൽ ഒരു മികച്ച അനുഭവമായി മാറിയാനെ. കുറേ കമ്പാരിസൺ കേട്ടു. ദൃശ്യത്തിന് ശേഷം വിസ്മയിപ്പിച്ച ഒരു ചിത്രമാണ് സൂക്ഷ്മദർശിനി എന്ന്. അത്രത്തോളം ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിട്ടൊന്നും സൂക്ഷ്മദർശിനി ഫീൽ ചെയ്തില്ല. എങ്കിലും കുറ്റം പറയാനില്ലാത്ത, തെറ്റ് പറയാനില്ലാത്ത മികച്ച തിരക്കഥയിൽ ഒരു സംവിധായകന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡന്റ് ഉള്ള ഗംഭീര ഒരു തെറ്റ് പറയാത്ത ഒരു തവണ നിറഞ്ഞ മനസ്സോടുകൂടി കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് സൂക്ഷ്മദർശിനി.